കേരള രാഷ്ട്രീയത്തിൽ ഭരണ തുടർച്ചയെന്ന അത്യപൂർവമായിട്ടുള്ള നേട്ടം ലക്ഷ്യമിട്ട് CPM തങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഗോതിയിൽ കരുനീക്കങ്ങൾ അങ്ങനെ സജീവമാക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനവിധി തേടുമ്പോൾ പരീക്ഷണങ്ങൾക്കപ്പുറം ജനവിശ്വാസം ആർജിച്ച് കരുത്തരായിട്ടുള്ള പോരാളികളെ തന്നെ കളത്തിലിറക്കാനാണ് പാർട്ടി സംസ്ഥാന സമിതിയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി നിലവിലുള്ള 55 സിറ്റിംഗ് MLA-മാരെ വീണ്ടും മത്സരരംഗത്തിറക്കാൻ ധാരണയായിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം മറികടക്കാനും കഴിഞ്ഞ 10 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കാനും ജനകീയരായ ജനപ്രതിനിധികൾ തന്നെ വേണമെന്ന വിലയിരുത്തലിലാണ് ഇത്തരമൊരു നിർണായക നീക്കം. ജയസാധ്യത മാത്രം മാനദണ്ഡമാക്കി തയ്യാറാക്കിയിട്ടുള്ള ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ചില പ്രമുഖ നേതാക്കളുടെ മണ്ഡലമാറ്റവും രാഷ്ട്രീയ നിരീക്ഷകർ ഏറെ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. കഴിഞ്ഞ തവണ മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്നും ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി നിയമസഭയിലേക്ക് എത്തിയ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ ഇത്തവണ പേരാവൂർ മണ്ഡലത്തിൽ നിന്നാവും ജനവിധി തേടുക. UDF-ന്റെ കൈവശമുള്ള പേരാവൂരിനെ തിരിച്ചു പിടിക്കുക എന്ന വലിയ ദൗത്യമാണ് ടീച്ചറെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. ടീച്ചറുടെ ജനകീയ പ്രതിച്ഛായയും ഭരണമികവും മണ്ഡലത്തിൽ വോട്ടായി മാറുമെന്നാണ് ഇടതു മുന്നണിയുടെ കണക്കുകൂട്ടൽ. സമാനമായിട്ടുള്ള രീതിയിൽ കൊച്ചി മേഖലയിലും തന്ത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ പാർട്ടി വരുത്തിയിട്ടുണ്ട്. വൈപ്പിൻ MLA ആയിട്ടുള്ള KN ഉണ്ണികൃഷ്ണൻ ഇത്തവണ തൃപ്പൂണിത്തുറയിൽ നിന്നാവും ജനവിധി തേടുക. തൃപ്പൂണിത്തുറ തിരിച്ചുപിടിക്കാൻ ഉണ്ണികൃഷ്ണന്റെ സമാധാനപരമായിട്ടുള്ള രാഷ്ട്രീയ ശൈലിയും പ്രവർത്തന മികവും സഹായകരമാകുമെന്ന് എറണാകുളം ജില്ലാ കമ്മിറ്റി വിലയിരുത്തുകയാണ്. തൃക്കാക്കര മണ്ഡലത്തിൽ ഇത്തവണ അപ്രതീക്ഷിത നീക്കങ്ങളാണ് CPM നടത്തുന്നത്. കോൺഗ്രസിനുള്ളിലെ സീറ്റ് വിഭജനത്തിലോ ഗ്രൂപ്പ് പോരിലോ അതൃപ്തിയുള്ള പ്രമുഖ നേതാക്കളെ കണ്ടെത്തി അവരെ LDF സ്വതന്ത്രരായോ അല്ലെങ്കിൽ മുന്നണിയുടെ ഭാഗമായോ മത്സരിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അവിടെയാണ് ഓപ്പറേഷൻ തൃക്കാക്കര സജീവമാകുന്നത്. ഇത് UDF-ന്റെ പരമ്പരാഗത വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നുമുണ്ട്. എറണാകുളം ജില്ലയിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമായിട്ടുള്ള അങ്കമാലിയിൽ മുൻ MLA സാജു പോളിനെ വീണ്ടും രംഗത്തിറക്കാനാണ് തീരുമാനം. നിലവിൽ മാത്യു T തോമസിന്റെ നേതൃത്വത്തിലുള്ള ISJD-യുടെ കൈവശമുള്ള അങ്കമാലി സീറ്റ് CPM ഏറ്റെടുക്കുകയും പകരം ISJD-ക്ക് എറണാകുളം സീറ്റ് നൽകുകയും ചെയ്യും. സാജു പോളിന്റെ പ്രാദേശിക ബന്ധങ്ങളും മുൻപത്തെ പ്രവർത്തന മികവും അങ്കമാലി തിരിച്ചുപിടിക്കാൻ സഹായിക്കുമെന്ന് പാർട്ടി കരുതുന്നുണ്ട്. പാലക്കാട് ജില്ലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ സങ്കീർണമായതിനാൽ അവിടെ UDF സ്ഥാനാർത്ഥി ആരെന്ന് നോക്കിയ ശേഷം മാത്രം ഒരു പൊതു സ്വതന്ത്രനെ രംഗത്തിറക്കാനാണ് ഇടതുമുന്നണി ലക്ഷ്യമിടുന്നത്. BJP-ക്ക് കൂടി നിർണായക സ്വാധീനമുള്ള പാലക്കാട് മണ്ഡലത്തിൽ മതേതര വോട്ടുകൾ ഏകീകരിക്കാൻ പ്രാപ്തിയുള്ള രാഷ്ട്രീയത്തിന് അതീതമായി സ്വീകാര്യതയുള്ള ഒരാളെ കണ്ടെത്തുക എന്നതാണ് CPM-ന്റെ പ്രധാനപ്പെട്ട തന്ത്രം. എന്നാൽ മലപ്പുറം, എറണാകുളം ജില്ലകളിലെ ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഇപ്പോഴും ചർച്ചകൾ അങ്ങനെ തുടരുകയാണ്. മലപ്പുറത്തെ ലീഗ് കോട്ടകളിൽ വിള്ളലുണ്ടാക്കാൻ കഴിയുന്ന അപ്രതീക്ഷിതരായിട്ടുള്ള മുഖങ്ങളെ CPM തേടുന്നുണ്ട്. എറണാകുളം നഗര കേന്ദ്രീകൃത മണ്ഡലങ്ങളിൽ മതസാമുദായിക ഘടകങ്ങൾ കൂടി പരിഗണിച്ച് അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഭരണ തുടർച്ചയ്ക്കായി CPM നടത്തുന്ന ഈ നീക്കങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. സിറ്റിംഗ് MLA-മാരുടെ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നും വിരുദ്ധ തരംഗങ്ങളെ അതിജീവിക്കാൻ ഈ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് സാധിക്കുമെന്നും LDF-ഉം ഉറച്ചു വിശ്വസിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജനം പൂർണ്ണമായി പൂർത്തിയാകുന്നതോടെ LDF-ന്റെ സമ്പൂർണ്ണ സ്ഥാനാർത്ഥി പട അങ്ങനെ പുറത്തിറങ്ങും. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ നേട്ടങ്ങളും സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളും വോട്ടർമാർക്കിടയിൽ സജീവമായി ചർച്ച ചെയ്ത് അധികാരം നിലനിർത്താനാണ് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത്. വരാനിരിക്കുന്ന പോരാട്ടം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ നിർണായകമാകുമെന്ന് ഇതോടുകൂടി ഉറപ്പാവുകയാണ്.